നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭൂകമ്പം. ഒരു ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ എത്രത്തോളം അടയാളപ്പെടുത്തുമ്പോഴാണ് ഭീമൻ ഭൂകമ്പം ഉണ്ടാകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമൊക്കെ തന്നെ ഒരു രാജ്യത്തെ പൂർണ്ണമായും പിടിച്ചുലയ്ക്കാൻ കഴിയുന്നതാണ് എന്നും അറിയാം. ഇപ്പോഴിതാ റഷ്യയിൽ അത്തരത്തിലൊരു ഭൂകമ്പം ഉണ്ടായിരിക്കുകയാണ്. റഷ്യയിലെ കാംചത്ക മേഖലയിൽ 7.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നു. കാംചത്ക മേഖലയുടെ കിഴക്കൻ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 51 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് യൂറോപ്യൻ മെഡിറ്ററേനിയൻ സീസ്മോളജിക്കൽ സെന്റർ അറിയിച്ചു. ഭൂകമ്പത്തിന് പിന്നാലെ US ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സുനാമി മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭൂകമ്പത്തെ തുടർന്ന് റഷ്യയിലെ ഷിവേലൂച്ച് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതായും CNN റിപ്പോർട്ട് ചെയ്യുകയാണ്. അഗ്നിപർവ്വതത്തിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും 8 കിലോമീറ്റർ വരെ ദൂരത്തിൽ വരെ ചാരവും ലാവയും ഒഴുകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കാംചത്ക മേഖലയിലെ തീരദേശ നഗരമായ പെട്രോപാവ്ലോവ്സ്ക് കംചക്കിയ നിന്ന് 280 മൈൽ അകലെയാണ് ഷിവേലൂച്ച് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1,81,000 പേരാണ് ഈ മേഖലയിൽ കഴിയുന്നത്. ഭൂകമ്പത്തിന് പിന്നാലെ US ദേശീയ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം സുനാമിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല പല ഇടങ്ങളിലും ഇതൊക്കെ എന്താ ലോകത്തിന്റെ ലോകാവസാനമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മീനുകൾ പൂർണ്ണമായും ചത്തുപൊങ്ങുന്ന ഒരു സാഹചര്യം പല ഇടങ്ങളിലും ഉണ്ടാകുന്നുണ്ടെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഈ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതും അതുപോലെ തന്നെ ഈ ഭൂകമ്പവും ഒക്കെ തന്നെ ഏറെ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്.